അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ചിക്കിങ്ങിലാണ് കേട്ടോ. ഇബ്രയിലുള്ള ചിക്കിങ്ങാണിത്. അപ്പോൾ അതിനപ്പുറത്ത് തന്നെയാണ് നമ്മളുടെ ഷൂ പാർക്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചിക്കിങ്ങിൽ കയറി ചിക്കിങ് ഓർഡർ ചെയ്തു. എന്നിട്ട് പിന്നെ ഷൂ പാർക്കിലേക്ക് പോയി. ചേച്ചിക്ക് അന്ന് വാങ്ങിച്ച ഷൂ മാറ്റിയെടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷൂ പാർക്കിൽ പോയിട്ട് അത് മാറ്റിയെടുക്കുകയാണ്. ചേച്ചി ദേ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഷൂ പാർക്കിൽ. നല്ല മോഡൽസൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് കാണുമ്പോൾ നമുക്കിങ്ങനെ ഏതെടുക്കണം അങ്ങനെ ഒരു കൺഫ്യൂഷനാവും. അത്രയ്ക്കും ഉണ്ട്. പിന്നെ നല്ല പെർഫ്യൂംസ് ഉണ്ട്. പിന്നെ ആൺകുട്ടികളുടെ നല്ല ഡ്രസ്സുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആവണിക്ക് ഷൂ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആവണിക്കൊരു ബ്ലാക്ക് ഷൂ ആണ് ഇഷ്ടമായത്. അങ്ങനെ ആ ബ്ലാക്ക് ഷൂ എടുത്ത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 38 വേണം അല്ലേ? സൂചി പോലെ അല്ലേ? ഈ ഒമാനികൾ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. ഭയങ്കര ഹീലൊക്കെ ഉള്ളു. ഞാൻ ബ്ലാക്കിനേക്കാളും നല്ലതാണുള്ളത്. പക്ഷെ ആ തിളങ്ങണത് ഇതില്ല അല്ലേ? ബ്ലാക്ക് മതിയോ? ബ്ലാക്ക് മതി. ബ്ലാക്ക് മതി. സെയിം സൈസ് ബ്ലാക്ക്. इससे बड़ा चाहिए? अभी 39 है। ഇതൊക്കെ പിടിച്ചിട്ട് അയ്യോ എന്നോട് കയറിയിട്ടുണ്ട്. അയാളെന്നെ പറയാം നമുക്ക്. ബക്കറ്റ് 5 150 കേട്ടോ. ഡെലിവറി ഉണ്ടോ ഇവിടെ? ഡെലിവറി ഉണ്ടോ? ഡെലിവറി ഇല്ല. തലഭാഗത്ത് തലഭാഗത്ത് എടുത്തത് ലോങ് ആണ്.
ആ ഞങ്ങൾ എമിറേറ്റ്സിൻ്റെ ബാക്കിൽ. ഇവിടെ എടുത്ത് അപ്പോൾ ചിക്കിങ്ങിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ പാർസൽ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ പോയത് ഞങ്ങൾ മക്കയിലേക്കാണ്. അപ്പോൾ മക്കയില ഫിഷൊക്കെ ഉള്ള ഏരിയയാണിത്. ഫിഷ്, ചിക്കൻ അങ്ങനെ. അപ്പോൾ ഫിഷ് വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പിന്നെ മക്കയിൽ നിന്ന് പിന്നെ അങ്ങനെ അധികം ഒന്നും പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പോരാണ്. വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. സാമ്പാർ ചീറ്റയാക്കണ്ട നമുക്ക് രാത്രിക്ക് ബിരിയാണി ഉണ്ടായിട്ടാ ചൂടാക്കി വെക്കാം. ബിരിയാണി ഉണ്ടാക്കണേലും അത് ഇവിടെ നിന്ന് വാങ്ങിക്കാനാണല്ലേ. ഇവിടെ അതിനാ കേക്കിന് ചെറുതിനാ ഇതല്ല ഞങ്ങൾ അവിടെ നിന്ന് പോയില്ലേ അവിടെ പറഞ്ഞ 7-ാം തീയതി അവിടെ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇല്ലാത്തൊന്നുമില്ല. അവിടെ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഇപ്പൊ ചായ കുടി ഒരു ഫാഷനാണല്ലേ. രാത്രി വന്ന് ചായ കുടി. നമുക്ക് രാത്രി വരട്ടെ ചായ കുടിക്കാൻ. ഇന്നല്ല നാളെ. രാത്രി നടന്നിങ്ങോട്ട് വന്നാൽ മതി. ഇനി പരീക്ഷ കാരണം ഒന്നിനും പറ്റൂല. മനസ്സമാധാനവും ഇല്ല. പരീക്ഷ കാരണം നമുക്ക് വരാം. അവരവിടെ നിന്ന് പഠിച്ചോളൂ. അയ്യോ എനിക്ക് അവിടെ ഇവിടെ കുളിക്കി പിടിക്കുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ പോയത് വേറൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. വൈകുന്നേരമായപ്പോൾ അപ്പം ഞാനും ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ അപ്പവും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ട്യൂഷൻ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പവും കയറി. അപ്പം കൂടി ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞങ്ങൾ അവിടേക്ക് നടന്ന് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ചേച്ചിക്ക് നൈറ്റി എടുത്തു അവിടെ നിന്ന്. പിന്നെന്തിട്ടാ നൈറ്റിയും പിന്നെ വേറെ 1-2 ഐറ്റംസും എടുത്ത്. വേറെ എന്താ എടുത്തത് അമ്മോ? എന്തിട്ടെടുത്തത്? കാലം കൂടെ കൊണ്ടുപോയാ ആവണിക്കായിരിക്കും. അതല്ല അച്ഛൻ പാവപ്പെട്ടവരെ കട എന്ന് പറഞ്ഞ അവിടെ കയറിയിട്ട് ഒരു നമ്മളെ പറ്റിച്ച്. അച്ഛന് ഭയങ്കര മനസാക്ഷിയാണ് കേട്ടോ. ജനിച്ചപ്പോ തൊട്ട് ഇവിടെ അച്ഛൻ്റെ ഒരു പാട്. നല്ല കേട്ടാ. നമ്മളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെ വില ഉണ്ടോ? ഇവിടെ വില കുറവായിരിക്കും ചിലപ്പോൾ. എന്തേടാ വിഷ്ണുവിൻ്റെ ഇത് അറിയില്ല. ഞാൻ ചെന്നിട്ട് ഡ്രസ്സിൻ്റെ കടയല്ല. ഞാൻ ടോപ്പുകളൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കും ഓൺലൈൻ. അതെ നമ്മളതിൻ്റെ റിവ്യൂ കാണിക്കാം. എന്നിട്ട് ആവശ്യമുള്ളവർ എടുക്കുമല്ലോ. ഇപ്പം എനിക്ക് വ്യൂസ് ഉണ്ടല്ലോ. പക്ഷേ ഇല്ലീഗലാണ്. പിന്നെ ഇല്ലീഗലും കുട്ടികളുടെ കയ്യും ഇടണ്. കുഞ്ഞു കുട്ടികളുടെ മറ്റേ ഉടുപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. വേണോ? എന്നിട്ട് ആരും ചെയ്യാനുള്ള ഇല്ലീഗൽ എന്ന് വെച്ചാൽ ഞാൻ അതിട്ടോക്കട്ടെ. 4,500. എന്നെ കാണുമ്പോൾ വണ്ണം തോന്നില്ലെങ്കിൽ ചില ഡ്രസ്സുകൾ എനിക്ക് പാകാവില്ല. ഞാൻ പറഞ്ഞാണ് ആദ്യം ഇതാണ് അമ്മൂന് വേണമെന്ന് പറഞ്ഞതാ ഡപ്പു. അമ്മൂന് പക്ഷെ ഒരു കളർ മാച്ചാവൂല.
അയ്യോ ഇത് ദീസാനെ ചെറുത് നല്ല ആളാ ആർക്കണം നമുക്കാണോ ഇത്തിരി കൂടി വലുതാണം പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഇടുമ്പോ നല്ല ഇതിൽ നിൽക്കും അത് ഇവിടെ ഷേപ്പിൽ നിൽക്കും നോക്കട്ടെ ഇവിടെ ഉണ്ടാവും ഡ്രസ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ഉണ്ടാവണം ഇവിടെ ഉണ്ട് കേട്ടോ റൂമുണ്ട് ഇട്ടോക്കാൻ കാശ് കൊടുക്കണ്ട അയ്യോ ഞാൻ ഫോൺ എടുത്തില്ലേ അയ്യോ അപ്പോഴാണ് എടുക്കേണ്ടിയിരുന്നത് ശേ അയ്യോ ഇട്ട് നോക്കിയാൽ നല്ലതാണെന്നൊക്കെ ചോദിക്കണൊക്കെ എടുക്കായിരുന്നു ഇന്നൊന്ന് ഓർമ്മിപ്പിച്ചുകൂടായിരുന്നു ഞാനും മറന്നു പക്ഷെ നല്ല ഭംഗിണ്ടായിട്ടാ ഇട്ടിട്ട് 10 മറ്റേത് ഇട്ട് നോക്കണതായിരുന്നു എടുക്കേണ്ടിയിരുന്നല്ലേ ആവണീനെ കാണിച്ചു കൊടുക്കായിരുന്നു നല്ലതാണോ എന്ന് ചോദിച്ചിട്ടേ അപ്പം എടുക്കായിരുന്നു നമ്മൾക്ക് അമ്മ മോഡേൺ ആവണ ഇഷ്ടല്ല അതെ ഡിസൈനൊക്കെ കൊള്ളാം അതന്നെ അതെ 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 നല്ല നീലയമ്മ പുള്ളി ഇതിനെ കൊണ്ട് അവിടെ ചെക്കനെ കൊണ്ട് വീട്ടിലാക്ക മതിയാവും അല്ലേ മറ്റേ ദൂരുമ്പോ കറക്റ്റ് ആവും ഇറക്കുറവുണ്ടോ ഇപ്പം ഇങ്ങനത്തെ ടൈപ്പാണ് ഇറക്കുറവ് ഇത് ഒരു മുളി കറക്റ്റ് ആയിരിക്കും മറ്റേ ലൂസ് തോന്നിച്ചിരുന്നു പക്ഷെ ഇറക്കില്ല പ്രശ്നം കുഴപ്പമില്ല അല്ലേ ഇറക്കം മതിയല്ലേ ഇറക്കം മതിയല്ലേ ഇവിടുത്തെ ലൂസ് നിൽക്കായിരുന്നു മതി അല്ലേ ഷോർട്ട്സ് ഇട്ടെല്ലാം മതി ഇത് മാനികളുടെ യൂണിഫോമാണ് കേട്ടോ അവരുടെ സ്കൂളിലെ യൂണിഫോമാണിത് അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറക്കാറായിണ്ടല്ലോ അപ്പോൾ കുറേ യൂണിഫോംസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്കൂളിലെ ഐറ്റംസൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഷോപ്പിൽ വിലയും അങ്ങനെ വലിയ വിലയില്ല അഫോർഡബിളാണ് അപ്പോൾ കുഴപ്പമില്ല സാധാരണക്കാർക്കും പോകാൻ പറ്റുന്നൊരു ഷോപ്പാണ് പിന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ ചേച്ചി വീണ്ടും ഈ ഉടുപ്പ് തന്നെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഈ ഉടുപ്പാണ് ഇഷ്ടമായത് പിന്നെ ആ നീല വെള്ളയമ്മ ബ്ലൂ പുള്ളിയുള്ള ആ ഉടുപ്പും എടുത്ത് പിന്നെ ഒരു ബ്ലാക്ക് എടുത്ത് അത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ചേച്ചി ഫൈനലി ഞങ്ങൾ ഉറപ്പിച്ചു ഈ 3 നൈറ്റിയും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ഗൈസ് ഓക്കെ ബൈ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ